നമസ്കാരം, ഷിബു ആണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ ജനിച്ച രജത് ഗുപ്ത 14-ാമത്തെ വയസ്സിൽ അനാഥനായി മാറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം ആരെയും അത്ഭുതപ്പെടുത്തുന്ന, അസൂയപ്പെടുത്തുന്ന ഒന്നാണ്. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെക്കിൻസി കമ്പനിയുടെ CEO എന്ന സ്ഥാനത്തിലേക്കെത്തി. 2007 ആ CEO സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 2008 ഈ മനുഷ്യൻ്റെ ആസ്തി $100 മില്യൺ ആയിരുന്നു. അതായത് എന്തും ചെയ്ത് എങ്ങനെയും ജീവിക്കാൻ മതിയായിട്ടുള്ള പണം. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 5% കണക്ക് കൂട്ടിയാൽ പോലും അക്കാലത്ത് മണിക്കൂറിൽ $600 വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. പക്ഷേ ഈ മനുഷ്യൻ $100 മില്യൺ എന്ന തൻ്റെ സമ്പത്തിൽ അല്ലെങ്കിൽ തൻ്റെ ആസ്തിയിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ചില്ല. പകരം അദ്ദേഹത്തിനതൊരു ബില്യണയറായി മാറാനായിട്ട് $1000 മില്യൺ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിട്ട് മാറി. അതിനു വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യാൻ തയ്യാറായി. ഒടുവിൽ ഗോൾഡ് സാക്സ് എന്ന കമ്പനിയുടെ ഷെയർ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച് കോടീശ്വരനാകാനുള്ള ആ ശ്രമത്തിൽ അദ്ദേഹം പിടിക്കപ്പെടുകയും ജയിലിലാകുകയും ചെയ്തു. ആ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആ ഒരു സംഭവത്തോടുകൂടെ സൽപ്പേര് നഷ്ടപ്പെട്ടു. എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമായിട്ട് മാറി. പക്ഷേ ആ സംഭവം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ഇന്നിൽ ജീവിക്കാൻ എന്നെ ആ ഒരു സംഭവം പഠിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുക. മതി എന്നൊരു വാക്കിന് ജീവിതത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. $100 മില്യൺ ഉണ്ടായിരുന്നൊരു സമയത്ത് അദ്ദേഹം 1000 മില്യൺ അല്ലെങ്കിൽ ഒരു ബില്യനെയർ എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകാതെ അതിൽ ജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തേടിയെത്തിയേനെ. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് ചിറകടിച്ച് പറക്കണ്ടെന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ്ടെന്നോ വലിയ തോതിൽ സമ്പാദിക്കാൻ സാധ്യതയുള്ളത് അത്രയും സമ്പാദിക്കേണ്ടെന്ന അല്ല ഞാൻ ഈ പറഞ്ഞത്. എന്ത് ചെയ്യുമ്പോഴും, ഏതു സ്വപ്നത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോഴും, എന്തിൻ്റെ പുറകെ പോകുമ്പോഴും ഇന്നിൽ ജീവിക്കാൻ നമ്മളൊന്ന് പഠിക്കണം എന്ന് തോന്നുന്നു. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത്, പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നത് ഒരുപക്ഷെ ഇന്നുകളാണ്. ഒരു ബാല്യകാലം കിടന്ന് ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒരു കുട്ടിയെത്തി, അത് കഴിഞ്ഞ് അവൻ യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ എത്തുന്ന ഒരു കാലഘട്ടത്തിൽ, ഇത് ഞാൻ പറയാൻ കാര്യം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രായത്തിലുള്ള ആളായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യാമോ? ഞാൻ ജനിച്ച നാൾ മുതൽ ഈ ദിവസം വരെ എത്ര ഫാസ്റ്റായിട്ടാണ് കടന്നുപോയത്. എന്നിട്ടും എനിക്ക് ഇന്നിൽ ജീവിക്കാൻ എവിടെയെങ്കിലുമൊക്കെ മറന്നുപോയോ? മതി, ഇനഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ വാക്കിന് വലിയ വലിയ ഒരു സ്ഥാനമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. പലപ്പോഴും എത്രയൊക്കെ സമ്പാദിച്ചാലും മനുഷ്യന് സംതൃപ്തി എന്ന ഒരു വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഇനിയും വ്യക്തമായിട്ട് മനസ്സിലായോ എന്നുള്ളത് സംശയമാണ് എന്നാണ്. നമ്മുടെ അലമാരകളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ അടുക്കി വച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലും അതുപോലെ തന്നെ കോസ്റ്റ്യൂമുകളിലും സൗന്ദര്യവർദ്ധക സാധനങ്ങളുമായിട്ട് കിടക്കുന്നത് നമുക്ക് ഏതെങ്കിലുമൊക്കെ വഴിയിൽ സന്തോഷമായിട്ട് ജീവിക്കേണ്ട പണമാണെന്ന് തിരിച്ചറിയാൻ എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ചിന്ത എൻ്റെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്ത സമയത്ത് വെറുതെ ഞാൻ എൻ്റെ അലമാരയിലേക്ക് നോക്കി. ഒരുപക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ അത്രയും പ്രാപ്തമായിരുന്ന ഒരു പണം വസ്ത്രത്തിൻ്റെ രൂപത്തിൽ ഞാൻ അധികം ഉപയോഗിക്കാത്ത വസ്ത്രത്തിൻ്റെ രൂപത്തിൽ അതവിടെ പാഴായി കിടപ്പുണ്ട്. ഒന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത് നന്നായിരിക്കും.
സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് കടമില്ലാതെ വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് കാറിനേക്കാൾ സമാധാനം നൽകാൻ ലോൺ എടുത്ത് വാങ്ങിയ, അതായത് താങ്ങാനാവാത്ത EMI വാങ്ങിയ ഒരു കാറിന് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഒരുപക്ഷെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കുറഞ്ഞ ഒരു ഫോൺ നൽകുന്ന സമാധാനം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത EMIക്ക് നമ്മൾ വാങ്ങുന്ന ഒരു ഫോണിന് തരാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയമാണ്. നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലേക്കൊക്കെ സൈറ്റുകളിലേക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. അവിടെ നമ്മുടെ ലിസ്റ്റിൽ പെടുന്ന സാധനങ്ങളൊക്കെ, നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാം അങ്ങനെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് ലോകം നിയന്ത്രിക്കുന്ന ശക്തികൾ പലപ്പോഴും നമ്മുടെ ഉപഭോക്തൃ മനസ്സിനകത്ത് പരസ്യങ്ങളിലൂടെയും മറ്റ് വാചകങ്ങളിലൂടെയും മറ്റ് പല വീഡിയോസിലൂടെയും ഒക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്തത് പലതും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആ ചതിയിൽ വീഴാതിരിക്കാം. മതി എന്ന വാക്കിന് എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് പരമാവധി സമ്പത്തുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതല്ല. നമ്മുടെ ശക്തിക്കനുസൃതമായി കഴിവിനനുസൃതമായി പഠിച്ച് വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കണമെന്നുമല്ല. മറിച്ച് എന്ത് ചെയ്യുമ്പോഴും ഇന്നിൽ ജീവിക്കാൻ, ഒരു സംതൃപ്തിയോടെ ചെയ്യാൻ, മതി എന്നൊരു വാക്ക് ഹൃദയത്തിൽ, ചങ്കിൽ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതില്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യകൾ ഉണ്ടാവുക, അതില്ലാതെ വരുമ്പോഴാണ് നിരാശ ഉണ്ടാവുക, അതില്ലാതെ വരുമ്പോഴാണ് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടാവുക, അത് ഇല്ലാതെ വരുമ്പോഴാണ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മളെ നിരന്തരമായിട്ട് വേട്ടയാടുക. മതി എന്ന വാക്കിനെ ആവർത്തിച്ച് ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാം, നമുക്ക് ഉയരാം. അതൊക്കെ വളരെ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.